ഇന്നലെ നടന്ന അവസാനവട്ട സ്പോട്ട് അലോട്ട്മെന്റ് മുൻകൂട്ടി തയ്യാറാക്കിയ പട്ടികയിൽ നിന്നാണെന്ന് ആക്ഷേപമുയർന്നിരുന്നു. സുതാര്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജെയിംസ് കമ്മിറ്റി പ്രവേശം റദ്ദാക്കിയ 2 കോളേജുകളിലേക്ക് ഉൾപ്പെടെയുള്ള സീറ്റുകളിലേക്കാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടത്തിയത്. മുൻകൂട്ടി നിശ്ചയിച്ചവർക്ക് പ്രവേശം നൽകുന്നതിനായി നീറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന മാർക്കുള്ള പലരെയും ഫീസിന്റെ പേരിൽ തിരിച്ചയച്ചു. ഇതോടെ അർഹരായ പലർക്കും അവസരം നിഷേധിക്കപ്പെട്ടു. സ്പോട്ട് അലോട്ട്മെന്റ് നടന്ന പരിസരത്ത് ഏജന്റുമാർ പ്രവർത്തിച്ചിരുന്നതായും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആരോപിച്ചു. രേഖാമൂലം പരാതി ലഭിച്ചാൽ ഇതിനെതിരെ നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. അവിടെ നിന്ന് വിലപേശി ചിലർ വാങ്ങിയെന്നൊക്കെ ഗവൺമെന്റ് പറയുകയാണ്. അത് പരാതിയായിട്ട് ഞങ്ങൾക്ക് തരണം. 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ഏജന്റുമാർ ആവശ്യപ്പെട്ടതായാണ് പരാതികളുണ്ടായത്. പ്രവേശം പൂർത്തിയായതോടെ ജെയിംസ് കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളുടെ എണ്ണം 1534ആയി. കരാറൊപ്പിടാത്ത മാനേജ്മെന്റുകൾക്കെതിരായ നിയമപോരാട്ടം തുടരുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. അവർക്ക് തോന്നിയതുപോലെ ഫീസ് വാങ്ങാൻ അനുവദിക്കുന്നതിനല്ല സർക്കാരിനുള്ളത്. അപ്പോൾ സർക്കാർ അക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ തുറന്നുകൊണ്ടേയിരിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.